ഹലോ ഐ അശോക് കുമാർ. ഇന്ന് ഞാൻ ഫേസ്ബുക്കിൽ വരുന്നതിന് പ്രധാനപ്പെട്ട കാരണമുണ്ട്. ഇന്ന് മാർച്ച് 12 അപ്പൊ എന്റെ ബർത്ത്ഡേ ആണ്. എത്രാമത്തെ എന്നറിയുന്നത് നിങ്ങൾക്ക്? 60. 60 വർഷം ഈ ഭൂമിയിൽ ഭംഗിയായിട്ട് ഇങ്ങനെ ജീവിച്ചു വന്നു. എല്ലാവരുടെയും സഹായ സൗമനസ്യങ്ങളോടെ ജീവിച്ചു വന്നിട്ടുള്ള ഞാന്. അപ്പൊ ഞാൻ ഇന്ന് വളരെ ഹാപ്പിയാണ്. എനിക്ക് ഒരുപാട് ആശംസകളൊക്കെ പല ഭാഗത്തുനിന്നും സുഹൃത്തുക്കളെ എസ്പെഷ്യലി ഫേസ്ബുക്കിൽ നിന്നൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ എല്ലാവർക്കും ഞാൻ എന്റെ ജന്മദിന ആശംസകള് ഇങ്ങോട്ട് നേരുന്ന പോലെ തന്നെ അങ്ങോട്ട് നേരാണ്. അതിന്റെ ഇടയിൽ എനിക്ക് കാര്യം പറയാനുള്ളതെന്ന് വെച്ചാല് എനിക്ക് ഒരു അപ്രീസിയേഷൻ കിട്ടി. എവിടുന്ന് അറിയാം, എനിക്ക് വളരെ ഹാപ്പി ആയിട്ടത്. ഇന്നലെയാണ് ഞാനത് വാങ്ങിച്ചിട്ട് വന്നത്. അപ്രീസിയേഷൻ എന്ന് പറഞ്ഞ ഒരു അവാർഡ് കിട്ടുന്ന കാര്യമാണ് എനിക്ക് തോന്നിയത്. ഓക്കെ, അപ്പൊ ഒരു അപ്രീസിയേഷൻ കിട്ടിയെന്നറിയോ? കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നാണ് ഒരു അപ്രീസിയേഷൻ കിട്ടിയിട്ടുള്ളത്. ഞാൻ ആ അപ്രീസിയേഷൻ നിങ്ങളെ കാണിച്ചു തരാൻ പോവാണ്. നിങ്ങൾക്കും ഇഷ്ടമാവും അത്. സോ ആരാണ് അങ്ങനത്തെ അപ്രീസിയേഷൻ ഇഷ്ടപ്പെടാതിരിക്കുക? അപ്പൊ അതൊന്ന് ആദ്യം ഒന്ന് കണ്ടുകളയാം. ഓക്കെ, നോക്കിക്കോളും. കണ്ട ഫോട്ടോ പതിച്ചിട്ടുള്ള ഒരു അപ്രീസിയേഷൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് കിട്ടിയതാണ്. എന്താണ് അതിൽ കാണിക്കണമെന്നറിയോ? സർട്ടിഫിക്കറ്റ് ഓഫ് അപ്രീസിയേഷൻ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് അനാറ്റമി, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോഴിക്കോട്. ഓക്കെ, അടിപൊളി മെഡിക്കൽ കോളേജിന്റെ സിമ്പലൊക്കെ ഉണ്ട്. ഓക്കെ, അവിടെ പിന്നെ എന്താണ് രോഗിയായിട്ടൊക്കെ പലപ്പോഴും കിടന്നിട്ടുണ്ടെങ്കിലും പിന്നെ എന്താ പറയുന്നത്, ഇങ്ങനെ അവിടുന്ന് ഒരു അവാർഡ് മേടിക്കുക എന്ന് പറഞ്ഞാല് നോക്കൂ, ദറ്റ് ഈസ് സർട്ടിഫിക്കറ്റ് ഓഫ് അപ്രീസിയേഷൻ. എന്തിനാണിത് ഇനി എന്നുള്ള കാര്യം ഞാൻ പറയാം. ഇതിൽ എഴുതിയിട്ടുള്ളതാണ്. നിങ്ങൾ ഒന്നോട് നോക്കിക്കോളൂ. നോക്കിക്കോളൂ, ഒന്നോട് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അപ്പൊ അപ്രീസിയേഷൻ എന്താ തന്നിരിക്കുന്ന അറിയോ? ശ്രീ അശോക് കുമാർ മേത്തൽ പറമ്പിൽ, എന്റെ ഫുൾ നെയിം അതാണ്. He has registered to donate his body after death to the Department of Anatomy for medical education purpose. ഞാൻ എന്റെ 60ാം ജന്മദിനം പ്രമാണിച്ച് എന്റെ ശരീരം എന്റെ മരണശേഷം മെഡിക്കൽ സ്റ്റുഡൻസിന് പഠനാവശ്യങ്ങൾക്ക് വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം, എന്റെ നാട്ടുകാരെയുള്ള ചെറുകുളത്തൂരുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു പുതുമുള്ള കാര്യം അല്ല. പലർക്കും പുതുമുള്ള കാര്യങ്ങളാവാം, പക്ഷേ ഞങ്ങൾക്കത് പുതുമുള്ള കാര്യമല്ല. കാരണം എന്റെ അമ്മയുടെ ബോഡി മരണശേഷം കഴിഞ്ഞ വർഷം വിട്ടുകൊടുത്താണ്. അതിന്റെ തൊട്ട് മുമ്പ് ഞങ്ങളുടെ നാട്ടിലെ ചീരമ്മയുടെ ബോഡി ഇതേപോലെ മരണശേഷം വിട്ടുകൊടുത്തതാണ്. അതുപോലെ തന്നെ ബ്രെയിൻ ഡെത്ത് സംഭവിച്ചിട്ടുള്ള ഞങ്ങളുടെ ഒരു മോൻ ആദിത്യന്റെ അവന്റെ ശരീരഭാഗങ്ങള് വിവിധ ആളുകൾക്ക് അത് പിന്നെ എന്താണ് ബ്രെയിൻ ഡെത്തിന് ശേഷം അത് പലർക്കായിട്ട് വീതിച്ച് അവരിപ്പോ അതും കൊണ്ട് ജീവിക്കുന്നു. അതുപോലെ തന്നെ 235 ആളുകള് കഴിഞ്ഞ 10-20 വർഷങ്ങളായിട്ട് അവരുടെ കണ്ണുകൾ മരണശേഷം ദാനം ചെയ്തു. അപ്പോ ഒരാൾ മരിച്ചാൽ 2 ആൾക്ക് കാഴ്ച കിട്ടുന്ന നാടാണ് ചെറുകുളത്തൂര്. അവിടുത്തെ KP ഗോവിന്ദകുട്ടി സ്മാരക വായനശാലയുടെ ആഭിമുഖ്യത്തില് നിരന്തരം നടത്തുന്ന ഒരു യജ്ഞത്തിനാണ് എങ്ങനെ മനുഷ്യരെ സേവിക്കാം. മനുഷ്യരെ പല രീതിയിൽ നമുക്ക് സേവിക്കാമല്ലോ. അപ്പം ഞങ്ങളുടെ ഒരു സേവന താല്പര്യത എന്ന് പറഞ്ഞാൽ മറ്റു മനുഷ്യർക്ക് ജീവിക്കാൻ ഉള്ള അവസരങ്ങൾ എങ്ങനെ മെച്ചപ്പെടുത്താം, അവർക്ക് ശാരീരിക വൈകല്യങ്ങളെ എങ്ങനെ ഞങ്ങളെ കൊണ്ട് പരിഹരിക്കാൻ കഴിയും. ഈ മരിച്ചു കഴിഞ്ഞാൽ മണ്ണടിച്ചു പോകുന്ന, കത്തിച്ചു കളയുന്ന നമ്മുടെ ശവശരീരം, അതുപോലെ തന്നെ നമ്മുടെ കണ്ണുകള്, ഇതുകൊണ്ട് മറ്റു മനുഷ്യർക്ക് ഉപകാരമുണ്ടെങ്കിൽ നമ്മൾ എന്തിനതിനെ ഇല്ലാതാക്കണം? അതുകൊണ്ട് ഞാന് എന്റെ അച്ഛന്റെ കണ്ണുകൾ കൊടുത്തിട്ടുണ്ട്, എന്റെ പ്രിയങ്കരനായിട്ടുള്ള അമ്മാവന്റെ കണ്ണുകൾ കൊടുത്തിട്ടുണ്ട്, പ്രിയങ്കരായിട്ടുള്ള അമ്മയുടെ ശരീരം മൊത്തമായിട്ട് കൊടുത്തിട്ടുണ്ട്, കണ്ണുകൾ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ റൂട്ട് തന്നെ ഞാനും സന്തോഷപൂർവ്വം സ്വീകരിക്കുകയാണ്. എന്റെ മക്കളും ഭാര്യയും ഒക്കെ സമ്മതിച്ച് സമ്മതപത്രം നൽകിയിട്ടുണ്ട്, അതും മെഡിക്കൽ കോളേജിൽ നൽകിയിട്ടുണ്ട്. അപ്പൊ ഞാനത് ആ സമ്മതപത്രം നിങ്ങളൊന്ന് കാണിക്കാൻ പോവാണ്. ആ സമ്മതപത്രത്തില് 2 സാക്ഷികൾ വേണം. അതുപോലെ തന്നെ നമ്മുടെ പിന്നെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കള് എന്ന് പറഞ്ഞാൽ ഭാര്യ ഉണ്ടെങ്കിൽ ഭാര്യ, അതുപോലെ തന്നെ മക്കള്, ഇവരെല്ലാം സമ്മതം വേണം. ഒന്ന് നോക്കിക്കോളൂ, 1 മിനിറ്റ് അത് കണ്ടോളൂ.
അപ്പൊ സുഹൃത്തുക്കളെ, കണ്ടല്ലോ നിങ്ങള്. ഇതിന് ആദ്യം നമ്മൾ 100 രൂപയുടെ സ്റ്റാമ്പ് പേപ്പർ വാങ്ങിക്കണം. ഓക്കെ, പിന്നെ സ്റ്റാമ്പ് പേപ്പറിൽ നമ്മൾ ഉറപ്പ് കൊടുക്കണം, ഐ ആം റെഡി ടു ഡൊണേറ്റ് മൈ ബോഡി ആഫ്റ്റർ ഡെത്ത്. മരണശേഷം എന്റെ ശരീരം കൊടുക്കാൻ തയ്യാറാണെന്ന് പറയണം. നമ്മുടെ അടുത്ത ബന്ധുമിത്രാദികൾ അതിൽ അവരുടെ ഒപ്പ് വയ്ക്കണം. പിന്നെ അതിന്റെ കൂടെ നമ്മുടെ ആധാർ കാർഡിന്റെ ഒരു കോപ്പി കൊണ്ടുപോകണം. ഇത്രയും കൊടുത്തിട്ട് നമ്മൾ മെഡിക്കൽ കോളേജില് ഈ നമ്മുടെ സമ്മതപത്രം കൊണ്ടുവന്ന് കൊടുക്കണം. ഞങ്ങള് കഴിഞ്ഞ ദിവസം ഞാനും ഞങ്ങളുടെ നാട്ടിലെ പ്രസിദ്ധ ചിത്രകാരനായിട്ടുള്ള രവിയേട്ടനും കൂടെ ഞങ്ങളുടെ നാട്ടിലെ ഗോവിന്ദൻകുട്ടി സ്മാരക വായനശാലയെ കുറിച്ച് പറഞ്ഞില്ല, വായനശാലയുടെ നേതൃത്വത്തിൽ ഇപ്പൊ അടുത്ത കാലത്ത് കളക്ട് ചെയ്തിട്ടുള്ള 16 സമ്മതപത്രങ്ങൾ കൊണ്ടുപോയി. അതിൽ എന്റേത് ഉൾപ്പെടെ 16 എണ്ണം കൊണ്ടുപോയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ 16 എണ്ണം കൊടുത്തുള്ള മഹത് വ്യക്തികൾ ഞങ്ങളുടെ നാട്ടിൽ വേറെ ഉണ്ട്. അതിന്റെ മുമ്പ് 18 സമ്മതപത്രങ്ങൾ ഇതിന്റെ മുമ്പേ കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ പ്രിയങ്കരനായിട്ടുള്ള വായനശാല പ്രവർത്തനമായിട്ടുള്ള KR സുബ്രഹ്മണ്യൻ അടക്കം അതിലൂടെ തന്നെ എന്റെ അമ്മയുടെ സമ്മതപത്രമൊക്കെ കൊടുത്തിരുന്നു. അപ്പം ഇനി മരിച്ചു പോകുന്നതിനനുസരിച്ചിട്ട് ഈ വ്യക്തികളെല്ലാം അവരുടെ ബോഡി പൊതുസമൂഹത്തിന്റെ നന്മയ്ക്കായിട്ട് ഭാവിയില് പിന്നെ നമ്മുടെ എന്താ പറയുന്നത് മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠനങ്ങൾ നടത്തുന്നതിനായിട്ട് കത്തിച്ചു കളയുന്നതിന് പകരം അത് ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ഒരു ധീരായിട്ടുള്ള തീരുമാനങ്ങളാണ്. ഞങ്ങളുടെ നാട്ടില് ഈ അവയവദാനം അതുപോലെ തന്നെ നേത്രദാനത്തിന്റെ ആദ്യത്തെ കർമ്മ പരിപാടികളായിട്ട് എത്തിയിട്ടുള്ളത് മരിച്ചുപോയിട്ടുള്ള നമ്മുടെ പ്രസിദ്ധ സാഹിത്യകാരനായിട്ടുള്ള MT വാസുദേവൻ നായരായിരുന്നു. അതുപോലെ തന്നെ പ്രമുഖ വാഗ്മിയും സാംസ്കാരിക പ്രവർത്തകനും ഇടതുപക്ഷ ചിന്തകനൊക്കെയുള്ള KN കുഞ്ഞഹമ്മദ്, അദ്ദേഹവും MTയും കൂടിയാണ് വന്നിട്ട് ഈ യജ്ഞം അവയവദാന പരിപാടിയുടെ ബോധവൽക്കരണം അതുപോലെ തന്നെ അതൊരു പ്രായോഗികമായിട്ട് എങ്ങനെ നടപ്പാക്കുക എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഞങ്ങളുടെ നാട്ടിൽ ക്ലാസ് എടുക്കുകയും അതുപോലെ തന്നെ വഴികാട്ടികളാവുകയും ചെയ്തിട്ടുള്ള അവരാണ്. ആ മഹത് വ്യക്തികളെ ഞങ്ങൾ ഈ സമയത്ത് പ്രത്യേകം ഓർമ്മിക്കുകയാണ്. KN ഇപ്പോഴും അതേക്കുറിച്ച് പല സ്ഥലങ്ങളിലും പറയുന്നുണ്ട്. താങ്ക്സ് ടു ഹിം വെരി മച്ച്. അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിൽ ഞങ്ങൾ ഈ സമ്മതപത്രമായിട്ട് ചൊല്ലുന്ന സമയത്ത് അവിടുത്തെ അനാട്ടമി ഡിപ്പാർട്ട്മെന്റ് ഹെഡ് അപ്സര മാഡം വളരെ സന്തോഷപൂർവ്വം സ്നേഹപൂർവ്വം ബഹുമാന പുരസ്സരം ഞങ്ങളെ സ്വീകരിക്കുകയും വേണ്ട എല്ലാ കാര്യങ്ങളും അവിടുന്ന് രേഖാപരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം വളരെ ടിക്കായിട്ട് ഞങ്ങൾക്ക് സഹായ സഹകരണങ്ങൾ ചെയ്തു തരും. പോരാത്തതിന് നല്ല മധുരമുള്ള ചായയും ലഡുവും എല്ലാം സമ്മാനിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അവരോട് തോൾ ചേർന്ന് വന്നുകൊണ്ട് ഡോക്ടർ വെങ്കിടേഷ് അദ്ദേഹം സ്നേഹപൂർവ്വം സന്തോഷത്തോടെ അതുപോലെ തന്നെ എല്ലാ പരിഗണനയും തന്നുകൊണ്ട് ഞങ്ങളെ ഇത്തരം കാര്യങ്ങൾക്ക് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഗ്രാമത്തെ മനസ്സിൽ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാ പൂർണ്ണ പ്രോത്സാഹനങ്ങളും തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഇപ്പോഴത്തെ മെഡിക്കൽ കോളേജിന്റെ പ്രിൻസിപ്പൽ KG സജിത് കുമാർ, അദ്ദേഹം കഴിഞ്ഞ ദിവസം ഈ 16 പുതിയ സമ്മതപത്രങ്ങൾ ഏറ്റുവാങ്ങിയത് അദ്ദേഹമാണ്. അപ്പോ എല്ലാവരും മെഡിക്കൽ കോളേജിലെ ഫാക്കൽറ്റി മൊത്തം ഈ പരിപാടിയോട് ഞങ്ങൾക്ക് സഹകരിച്ചു തന്നിട്ടുണ്ട്. KP ഗോവിന്ദൻകുട്ടി സ്മാരക വായനശാല അതിന്റെ പ്രവർത്തകരോട് ഈ സമയത്ത് ഞാൻ എന്റെ ബോഡി എന്റെ മരണശേഷം ദാനം ചെയ്യുന്നതിന് തയ്യാറാക്കിയിട്ടുള്ളത് KP ഗോവിന്ദൻകുട്ടി സ്മാരക വായനശാലയാണ്, അതിന്റെ പ്രവർത്തകരാണ്. അതൊരു ദീർഘിച്ച പ്രോസസ്സാണ്. ഒരു നാട്ടില് എവിടെയെങ്കിലൊക്കെ വ്യക്തികൾ നമ്മൾ കേട്ടിട്ടുണ്ട്, പക്ഷെ ഒരു നാട്ടിൽ ഇത്രയും ആളുകൾ ഒന്നടങ്കം ഇത്രയും കണ്ണുകളും ഇത്രയും ശരീരവും ഒക്കെ ദാനം ചെയ്യാന്ന് പറഞ്ഞാൽ അതാണ് ആ ഗ്രാമത്തെ വ്യത്യസ്തമാക്കി തീർക്കുന്നത്. നിങ്ങൾക്കും ഇത്തരം മഹത് കർമ്മങ്ങളിലേക്ക് കടക്കാം. കാരണം നമ്മുടെ ശരീരം നമ്മുടെ മരണശേഷം നമ്മളാക്കിയത് പൂർവ്വ സമൂഹമാണ്. അതുപോലെ തന്നെ ഇനിയുള്ള സമൂഹത്തിന് നമ്മളുടെ ശരീരം നമ്മുടെ മരണശേഷം ആവശ്യമുണ്ടെങ്കിൽ അത് നമ്മൾ കൊടുക്കുകയാണ് വേണ്ടത്. അതിനെ ചൊല്ലിയിട്ട് എന്തെല്ലാമോ അന്ധവിശ്വാസങ്ങളാണ് നമ്മുടെ നാട്ടിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. അവരത് ആവശ്യമില്ലാതെ അവിടെ വെച്ച് കളിപ്പിക്കും, അല്ലെങ്കിൽ അവരത് വെറുതെ മറ്റാർക്കോ കൊടുത്തു കളയും. ഇനി ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്നിരിക്കട്ടെ, അതും ഗുണത്തിനേ വരൂ. നമ്മുടെ മരണശേഷം നിങ്ങളുടെ ശരീരം എന്ത് തന്നെ ചെയ്താലും, നമുക്ക് ബന്ധുമിത്രാദികൾക്ക് ഇത്തിരി പ്രയാസമൊക്കെ തോന്നുമെങ്കിൽ പോലും എന്ത് ചെയ്താലും അത് കണക്ക് തന്നെയാണ്. പിന്നെ ഈ മെഡിക്കൽ കോളേജ് പോലെയുള്ള സ്ഥാപനങ്ങൾ ഒരിക്കലും അതിനെ മിസ്യൂസ് ചെയ്യുന്നില്ല. ഇതുവരെയുള്ള അനുഭവങ്ങൾ നമുക്കത് സാക്ഷിയാണ്. ഈ മറ്റേതെങ്കിലും സ്ഥാപനങ്ങൾക്ക് അത് വിട്ടുകൊടുക്കുകയാണെങ്കിൽ, പൊതുവിൽ പറയുകയാണെങ്കിൽ വരുന്ന സമൂഹത്തിന് ഗുണകരാവുന്ന രീതിയിലായിരിക്കും അത് എങ്ങനെയാണെങ്കിലും സംഭവിക്കുക. അതുകൊണ്ട്
എനിക്ക് ഈ എന്റെ 60ാം ജന്മദിനത്തില് ധാരാളം പ്രസന്റുകളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ കോംപ്ലിമെന്റ്സ് എല്ലാം വരുന്നുണ്ട്. എന്റെ കോംപ്ലിമെന്റ് ഒരിക്കൽ കൂടി എന്റെ കോംപ്ലിമെന്റ് ഈ പൊതുസമൂഹത്തിന് നൽകാണ്. നിങ്ങൾക്കും വേണമെങ്കിൽ ഇത്തരം മാതൃകകൾ സ്വീകരിക്കാം. എനിക്ക് ഏതായാലും എന്റെ ഈ അപ്രീസിയേഷനിൽ വളരെ സന്തോഷമുണ്ട്. അതുകൊണ്ട് എന്റെ ജന്മദിനാശംസകൾ ഒരിക്കൽ കൂടെ നിങ്ങളോട് നിങ്ങളുടെ ജന്മദിനാശംസകൾ തുറന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോവാം. ഈ സമൂഹത്തെ നമുക്ക് നമ്മളെ കൊണ്ടാവും വിധം കഴിയും വിധം സേവിക്കാം. നമ്മുടെ ജീവിതമാണ് നമ്മുടെ മാതൃക. പറയുന്നതിന് അനുസരിച്ച് പ്രവർത്തിക്കാൻ പരമാവധി ശ്രമിക്കാം. This is my policy. Yes, thank you.